നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത്. എന്നാൽ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ, OTP-കൾ, വെരിഫിക്കേഷൻ കോഡുകൾ, എന്തിനേറെ നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ക്രെഡിറ്റ് ആയാൽ അല്ലെങ്കിൽ ഡെബിറ്റ് ആയാൽ അതൊക്കെ എത്ര ക്രെഡിറ്റ് ആയി, എത്ര ഡെബിറ്റ് ആയി, ബാങ്ക് ബാലൻസ് ബാക്കി എത്രയാണ് ഉള്ളത്, ഇതൊക്കെ ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതും കൂടി നമുക്ക് ലോക്ക് ചെയ്തിടണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ലോക്ക് തുറക്കാതെ തന്നെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ മൊബൈൽ ലോക്കായിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇത് തുറക്കാതെ തന്നെ ഇപ്പോൾ വാട്സാപ്പിലും മറ്റുമൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് മെസ്സേജ് അയച്ചത്, എന്താണ് മെസ്സേജ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നാലും OTP വന്നാലും ബാങ്ക് ബാലൻസ് വന്നാലും ഒക്കെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് എന്താണെന്ന് നമ്മൾ അറിയാതെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ ലോക്ക് തുറക്കുകയാണ്. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷോ കണ്ടന്റ് എന്ന ഭാഗത്താണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ബാക്ക് വന്നിട്ട് മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ഇതാ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ഷോ കണ്ടന്റ് എന്ന ഭാഗത്തായതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇതൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഹൈഡ് കണ്ടന്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ലോക്ക് സ്ക്രീനിൽ ഐക്കൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, എന്താണ് കണ്ടന്റ് എന്ന് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ ടോഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് ലോക്ക് തുറക്കുന്നത് അപ്പോൾ മാത്രമേ ആ കണ്ടന്റ് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് പോലും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ഈ ടോഗിൾ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഒരിക്കലും തന്നെ ഐക്കണോ കണ്ടന്റോ ഒന്നും തന്നെ വരികയില്ല. ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ ആരാണ് മെസ്സേജ് അയച്ചത്, എന്താണ് മെസ്സേജ് എന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്ന ആളാണെങ്കിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനും കൂടി ഇതുപോലെ ഓഫ് ചെയ്തിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ലോക്ക് സ്ക്രീനിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ലോക്ക് തുറക്കാതെ തന്നെ മറ്റുള്ളവർക്ക് അറിയാനും മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും എന്തിനാണ് നമ്മൾ അവസരമൊരുക്കുന്നത്? അത് നല്ലതല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.